से ये कैसे अनसुने से जैसे चूमे अंधेरों को. Hello everyone, hope you all are doing good and great. So today video day in my life. So day in my life എന്ന് പറയാൻ ഒരു ഡേ ഫുൾ എടുത്തിട്ടൊന്നുമില്ല, ഒരു ഡേൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇന്നേരം ഇതിൽ ഇഷ്ടംപോലെ ക്ലിപ്സസ് ഉണ്ട് കേട്ടോ, കുറേ ക്ലിപ്സസ് കട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കാം, ഓക്കെ. സോ ഇന്ന് രാവിലെ ഒരു 7:15 എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന് എത്തിയിട്ടുള്ള കുലുമാലും പിന്നെ എസ്ഡേറ്റ നൈറ്റിലുള്ള കുലുമാലകളാണ് എൻ്റെ ഈ ബെഡിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇന്നലെ അല്ലേ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തത്, പിന്നെ ഇങ്ങനെയൊക്കെ ആയോ നിങ്ങൾ ചിന്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ എൻ്റെ കേട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ക്ലിപ്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ കണ്ട് എന്ത് വിചാരിച്ചതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ എപ്പിസോഡ് എ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ റൂമിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, വേറെ ആരുമല്ല, ഇങ്ങനത്തെ പ്രതിമകളാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. സോ ഇത് മാത്രമല്ല, ഇതിൻ്റെ തുണ വേറൊന്നും കൂടി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഓരോ കളിപ്പാട്ടങ്ങൾ. ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളല്ല ഈ സാധനം. ഇത് കുറച്ചും കൂടി റേറ്റ് കൊടുത്ത് മേടിച്ചിട്ടുള്ള സംഭവമാണ്. അടിപൊളി ക്യൂട്ട് സംഭവങ്ങളാണ്. അത് രണ്ടുമാണ് ഇപ്പം എൻ്റെ റൂമിലെ മെയിൻ സാധനങ്ങൾ കേട്ടോ. ഇതേ കണ്ടോ, എൻ്റെ ബെഡ്റൂമിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. സ്റ്റിൽ ഇതൊക്കെ സെറ്റാക്കണം നമുക്ക്. സോ എന്താ പറയുക, എനിക്കൊന്നും കിട്ടണില്ല. എനിക്കിപ്പോൾ എന്തൊക്കെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്തൊക്കെയോ എടുത്ത് കൂട്ടിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് യാതൊരു ഐഡിയ എനിക്കില്ല ഗൈസ്. പിന്നെ എനിക്ക് നിസ്കാരക്കുപ്പായമൊക്കെ ഞാൻ എന്താ പറയുക അലക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഓർഗനൈസ് ബോക്സാണ്. ഇതൊക്കെ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. പിന്നെ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ടു ഡു ലിസ്റ്റ് ബുക്കാണ്. എന്താ പറയുക, ഇന്നലെ രാത്രിക്കത്തെ മെയിൻ സംഭവമാണ് ഇതൊക്കെ കേട്ടോ. എനിക്ക് രാത്രി പ്രത്യേകിച്ചിട്ട് പണിയില്ലെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് സംഭവങ്ങൾ കാണും. ഒന്നും വായിക്കാൻ നിൽക്കരുത് കേട്ടോ, ദയവ് ചെയ്ത്. കാരണം ഒക്കെ പൊട്ടത്തരായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. കാരണം പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന്. എഴുതി വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഞാൻ ഓപ്പൺ ആക്കില്ല. കാരണം ഇപ്പം തന്നെ ഞാനൊരു സാധനം വിട്ടു പോയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കാം. അപ്പോൾ എന്താ പറയുക, കുറേ സാധനങ്ങൾക്ക് അതുക്കൊതുക്കി വെക്കാനുണ്ടായിരുന്നു. സ്റ്റിൽ ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ തലയ്ക്ക് ഹെയർ ഓയിൽ, പിന്നെ ബ്രഷിന് പേസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നത്തെ പോലെ എൻ്റെ വീഡിയോ എപ്പോഴും തല തിരിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. കാരണം എനിക്കറിയില്ല എഡിറ്റിങ്ങിൽ എന്താണ് ഇത്ര മിസ്റ്റേക്ക്. ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ എന്താണ് ഇത്ര മിസ്റ്റേക്ക് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനതിവിടെ കാണിച്ചിട്ടുള്ളത്, എനിക്കവിടെ എന്താ പറയുക മിറർ വെക്കണം എന്നാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് വൺ ഡേ ഞാൻ വെക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാൽക്കണിക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ എന്നും ഇറങ്ങാറുണ്ട്, ബട്ട് ഇന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു എന്താ പറയുക വേർത്തായിരുന്നു. പ്രത്യേകിച്ചിട്ട് പറയാനില്ലല്ലോ, ഭയങ്കര ചൂടാണ്. എന്താ സുഖമല്ലേ ചൂടായിട്ട് ഇരിക്കാനും നിൽക്കാനൊന്നും കഴിയില്ല, അതിൻ്റെ ചൂട് കേട്ടോ. ഈ സാധനം ഞാനിപ്പോൾ അടുത്ത് മേടിച്ചിട്ടില്ല. എൻ്റെ ക്യൂട്ട് ഇങ്ങനെ ഈ മുടിയൊക്കെ, ഈ കോമൺ മുടിയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യണം, സ്മോൾ ഹെയർസൊക്കെ ഉള്ളവർക്ക് അതിങ്ങനെ മുന്നിക്കിട്ട് നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെയും കൊണ്ടിട്ട് എൻ്റെ ഉമ്മച്ചി സിസ്റ്ററിനെ എൻ്റെ റൂമിൽ ആക്കി വെച്ചിട്ടാട്ടോ. അപ്പോൾ അവളവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ 2 years or 3 years ഉള്ള കുറച്ച് മെമ്മറീസസാണ്. മെമ്മറീസസ് എന്നാൽ ബർത്ത്ഡേ ഗിഫ്റ്റ്, കാർഡ്സ്, പിന്നെ എന്തൊക്കെയോ പേപ്പേഴ്സ്, എക്സാം പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഇതൊക്കെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മേ ബി ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, ബട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കായിരിക്കും. അതാണ് ഒന്നാമത് ഞാൻ വിട്ടുപോയത്. പിന്നെ അവൾ പോയിൻ്റുള്ള മെയിൻ അടയാളങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഒരു 10 മണി ടൈമായപ്പോൾ ബനാന ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബനാന, കോക്കനട്ട്, ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് കഴിച്ചു. വലിയ രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിക്ക് വരാൻ വേണ്ടിയിട്ട്. വേറൊന്നല്ല, ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ മീനിന് കരിമീനാണോ പറയുന്നത്, അത് വേറെന്തോ പേര് പറയലുണ്ടോ, നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക. ഇതിന് ഞാനിട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നു ഈ മീനിന് കരിമീനാണോ പറയില്ല. അത് സ്റ്റിൽ നിങ്ങൾ വേറൊരു പേര് പറയുന്നുണ്ടെങ്കിൽ സോ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക കേട്ടോ. എനിക്കൊന്ന് അറിയണം ഏതാണ് പേരെന്നൊക്കെ. എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മളിത് 3 എണ്ണം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ പീസ് കട്ടാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ ഈ ഫുള്ള് ഫ്രൈ ചെയ്യണം. ഞാൻ യൂട്യൂബിലൊക്കെ എപ്പോഴും കാണും, ബട്ട്
നടക്കാറില്ല. അപ്പോൾ ഇന്ന് ഫൈനലി അത് സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ഗൈസ്. എന്ത് ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3 ഒരു പാനിൽ ഇട്ട് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ടാക്കി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പണി ഫുള്ള് തീർന്നിട്ടൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ ഭയങ്കര ലേറ്റായിട്ടായിരിക്കും എൻ്റെ പണികൾ കഴിയുക. കാരണം വീഡിയോ എടുക്കാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ നടക്കണമല്ലോ. അപ്പോൾ സ്റ്റിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ലേറ്റായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, കാരണം എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഡെയിലി വ്ളോഗൊക്കെ വേണമെന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും എനിക്കും ആഗ്രഹമുണ്ട് ഡെയിലി വ്ളോഗ് എന്നും വിടണമെന്ന്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നും കണ്ടൻറ്റ് കിട്ടണം. ഈ കണ്ടൻറ്റ് കിട്ടി നല്ല സുഖമാണ് എന്നും വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് വിടാൻ. ബട്ട് കണ്ടൻറ്റ് കിട്ടാണ്ട് ഇപ്പോൾ എന്നും ഞാൻ ചെയ്യുന്ന കാര്യം എന്നും ഇങ്ങനെ ചെയ്താൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര മടുപ്പാണ് സംഭവം. ഇത് പിന്നെ വെള്ളം വരാത്തട്ടോ, വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടാങ്കിൽ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഈ സാധനം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, അത് വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ ഹെയറിൽ തേക്കണം സാധാ എണ്ണയാണ്. കാരണം എനിക്ക് വലിയ കുപ്പിയിൽ തേക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൽ. അങ്ങനെ ഫസ്റ്റ് എൻ്റെ റൂമും ജസ്റ്റ് തുടക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ തുടക്കണ ക്ലിപ്സൊക്കെ എടുത്തതാണ്, ബട്ട് ഒന്നും എന്താ അറിയില്ല സേവ് ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും പണിയില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മളെ ഫിഷ് ഫ്രൈ ആണ് ഗൈസ്. ഇങ്ങനെ ജസ്റ്റ് കരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു മീനൊക്കെ. അങ്ങനെ അത് കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു ഗൈസ്. ഞാനൊന്നും ഈ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഫുള്ള് റിപ്പീറ്റ് കാണിക്കുന്ന സംഭവം ആയതുകൊണ്ട് ഞാനൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ട്, കിടന്നുറങ്ങണം, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രീറ്റ്.